നാടിന് അഭിമാനകമാകേണ്ടിയിരുന്ന കായിക ലോകത്ത് പ്രശസ്തി നേടേണ്ടിയിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കൊന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. കാരണം അതിക്രൂരമായ ഒരു പീഡനത്തിന്റെ ആഘാതത്തിൽ നിന്ന് പതിയെ തിരികെ ജീവിതത്തിലേക്ക് വരുന്ന പെൺകുട്ടിയെ ആൺ സുഹൃത്ത് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ചുറ്റിക കൊണ്ട് തലക്കടിക്കുന്നു, വായിൽ തോർത്തടകം തിരികെ ശബ്ദം പുറത്തു വരാത്തതിൽ ശ്വാസം മുട്ടിപ്പിക്കുന്നു. ഇത്തരത്തിൽ അതിക്രൂരമായ മർദ്ദനമേറ്റ് ജീവിക്കാൻ അങ്ങേയറ്റം ആശയങ്ങളൊക്കെ കിട്ടതോടെ ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. കഴുത്തിൽ കയറുമുറുക്കി ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിയുടെ കയററുത്ത് ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുക. അതായത് മരണാസന്നിയായ ആ പെൺകുട്ടി വീട്ടിൽ കിടക്കുമ്പോഴും ചികിത്സ നൽകാൻ തയ്യാറാകാതെ, ഉടനെ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറാകാതെ, സ്വന്തം ജീവൻ മാത്രം, സ്വന്തം പ്രിവിലേജ് മാത്രം, സ്വന്തം ജീവൻ മാത്രം, സ്വന്തം ഇമേജ് മാത്രം രക്ഷിക്കാൻ വേണ്ടി പ്രതി ഓടി രക്ഷപ്പെടുക. അതുകൊണ്ട് തന്നെ കൂടുതൽ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 15 മണിക്കൂറോളമാണ് സ്വന്തം വീട്ടിൽ പെൺകുട്ടി ചികിത്സ കിട്ടാതെ മരണാസന്നയായി കിടന്നത് എന്ന വാർത്ത കൂടി വരുമ്പോൾ എത്രത്തോളം ക്രൂരമായിരുന്നു ആൺ സുഹൃത്തിന്റെ പെരുമാറ്റം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിഷ്ണു, നേരത്തെ ഈ ആൺ സുഹൃത്തുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ കുടുംബം ചില ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇരുവരും ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടു. ആൺ സുഹൃത്തിന് പെൺകുട്ടിയുള്ള പ്രണയത്തിനപ്പുറത്തേക്ക് സ്വത്തിലടക്കം കണ്ടുണ്ടെന്ന ആരോപണങ്ങൾ അടക്കം കുടുംബം ഉന്നയിച്ചു. ഈ പെൺകുട്ടി വീട്ടിൽ തനിച്ചായിരുന്നു താമസം? സുഹൈല്, കുറച്ച് നാളുകളായി പെൺകുട്ടി വീട്ടിൽ തനിച്ചായിരുന്നു താമസം. അതിനും പ്രധാനപ്പെട്ട കാരണം ഈ അനൂപ് തന്നെയാണ്. അനൂപ് നിരന്തരം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വരുന്നത് മാതാവ് ചോദ്യം ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ മാതാവും ഈ പെൺകുട്ടിയും തമ്മിൽ ചില വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. മാതാവിനെ താൻ ആക്രമിക്കുമെന്നൊരു ഭീഷണി അടക്കം പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അനൂപിന്റെ കരുത്തിലാണ് അത്തരത്തിലൊരു ഭീഷണി വന്നതെന്ന് നിസ്സംശയം പറയാം. അനൂപ് ആ പ്രദേശവാസികൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അവിടെ എത്തുന്ന ഘട്ടത്തിൽ അവിടെ ഈ വണ്ടി വെക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തർക്കമുണ്ടായിരുന്നു. പിന്നീട് പ്രദേശവാസികൾ അനൂപിനെതിരെ പോലീസിലേക്ക് പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിന്നിരുന്നത്. ഈ കൃത്യമായ അനൂപിന് അറിയാമായിരുന്നു വീട്ടിൽ ആരുമില്ല. അതുകൊണ്ട് തന്നെയാണ് അനൂപ് രാത്രി 12 മണിയോടുകൂടി അങ്ങോട്ടേക്ക് എത്തിയത്. 10 മണിയോട് അങ്ങോട്ടേക്ക് എത്തി പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നത് മാത്രമല്ല, മെഡിക്കൽ എയ്ഡ് നൽകാൻ അയാൾ തയ്യാറായില്ല. അതായത് പെൺകുട്ടി മരിച്ചു എന്ന ധാരണയിൽ അവിടെ നിന്ന് പോവുകയാണ്. ഈ വിവരം മറ്റാരോടും പറഞ്ഞിട്ടില്ല, സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടില്ല. അനൂപിനെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതും പിക്ക് ചെയ്യാൻ വന്നതും 2 സുഹൃത്തുക്കളാണ്. അവരോട് ആരും പറഞ്ഞിട്ടില്ല. അത് ഒരു പക്ഷേ പെൺകുട്ടിയെ നേരത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇത്തരം സാഹചര്യത്തിലേക്ക് പോകില്ല. 15 മണിക്കൂറാണ് ആ പെൺകുട്ടി ആ വീട്ടിൽ ഇങ്ങനെ രോഗശീൽ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിൽ കിടന്നത്. ആ 15 മണിക്കൂർ ഫസ്റ്റ് മെഡിക്കൽ എയ്ഡൻസ് കൊടുക്കേണ്ട സമയമായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ആ സമയത്ത് എത്തിച്ചിരുന്നെങ്കിൽ കുട്ടിയെ നമുക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെടില്ലായിരുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അനൂപിന്റെ ഭാഗത്ത് നിന്ന് ആ വീഴ്ച കൂടി സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വകുപ്പ് കൂടി അനൂപിനെതിരെ ചുമത്തും. നേരത്തെ ഒരു കൊലപാതക ശ്രമമാണ് ചുമത്തിയതെങ്കിൽ ഇപ്പോൾ അതൊരു കൊലപാതകം എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്ത റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. അതിദാരുണമായ സംഭവമാണ്. അനൂപ് ഒരു പബ്ലിക് ന്യൂസൻസ് ആണെന്ന് ഇതിനോടകം തന്നെ അവിടുത്തെ അനൂപിന്റെ നാട്ടുകാരടക്കം പറഞ്ഞിട്ടുണ്ട്. അനൂപിന്റെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെയാണ് അനൂപിനെ പോലീസ് ട്രേസ് ചെയ്യുകയും പിടികൂടുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൂടി അവിടെ ഉണ്ട്. വലിയ ഒരു ക്രൈം അനൂപ് കമ്മിറ്റ് ചെയ്ത് രക്ഷപ്പെടാൻ പലതവണ ശ്രമിച്ചു. പക്ഷേ ആ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലൊക്കെ അവിടുത്തെ പോലീസുകാർ കൃത്യമായി ഇയാളെ നിരീക്ഷിക്കാൻ ആ നാട്ടുകാരെ ഏർപ്പെടുത്തി. നാട്ടുകാരുടെ സഹായത്താലാണ് ഈ പ്രതിയെ പിടികൂടിയത്. ഒരു NDPS കേസ്, പീരുമേട് സ്ഥലത്ത് ഒരു NDPS കേസുണ്ട്, കഞ്ചാവ് കേസാണ്. അതിനുശേഷം 2 തല്ലുകേസിലെ പ്രതിയാണ്. അങ്ങനെ ഒരു പബ്ലിക് ന്യൂസൻസ് ആണ്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഈ പെൺകുട്ടിയുമായി പരിചയത്തിലാകുന്നത്. 1 വർഷമായി പരിചയത്തിലായിട്ട് ഈ പെൺകുട്ടിക്ക് അനൂപ് ഏതെങ്കിലും തരത്തിൽ ലഹരി നൽകിയിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി പോലീസ് പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ FD അക്കൗണ്ടിൽ ഒരു വലിയ തുക തന്നെയുണ്ട്. ഒരു പക്ഷേ അതെല്ലാം ലക്ഷ്യം വെച്ചാണ് ഇയാൾ എത്തിയത് എന്നൊരു അനുമാനവും പോലീസിനുണ്ട്. അങ്ങനെ പോലീസ് അക്കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചും വിശദമായ ഒരു പരിശോധനയും അന്വേഷണവും ഒക്കെ നടത്തുന്നുണ്ട്. എന്തായാലും അനൂപിനെ പൂട്ടാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. നാട്ടുകാർക്കൊക്കെ വലിയ വേദനയായി മാറുന്ന ഒരു സംഭവമാണിത്. കാരണം അവർ പോലും ഈ വീടിരിക്കുന്നതിന്റെ ചുറ്റും പ്രദേശങ്ങളിലൊക്കെ തൊട്ടടുത്ത് ഹൈലി പോപ്പുലേറ്റഡ് ഏരിയ ആണ്, തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. പക്ഷേ ഈ അനൂപ് ഏതെങ്കിലും ഘട്ടത്തിൽ ആക്രമിക്കുമോ എന്നൊരു ആശങ്ക നാട്ടുകാർക്കുണ്ടായിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അവർ പോലും അത്തരത്തിൽ ഈ വിഷയത്തിലേക്ക് ഇടപെടാതിരുന്നത്. അവരോട് സംസാരിക്കുമ്പോൾ അവർ അങ്ങനെയാണ് പറയുന്നത്. ഇയാൾ ഒരു കാരണവുമില്ലാതെ വണ്ടി വട്ടം വെച്ചതിന് പോലും ഇയാൾ അത് ചോദ്യം ചെയ്യുമ്പോൾ പോലും കൊലപ്പെടുത്തും എന്നൊരു മറുപടിയാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അങ്ങനെയുള്ള ഒരാളെ തടയുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരുന്നു. അതാണ് അവർ പോലീസിൽ പരാതി നൽകിയത്. പോലീസ് അവിടെ റൊട്ടീനായി ചെക്കപ്പൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇയാൾ വന്ന ദിവസം അന്ന് അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. രാത്രി എത്തുന്നു, രാവിലെയോടുകൂടി അവിടെ നിന്ന് പോവുകയായിരുന്നു. മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷേ അനൂപ് എത്തിയത് ആ CCTVയിൽ കൃത്യമായി പതിഞ്ഞു. അങ്ങനെയാണ് അനൂപിലേക്ക് അന്വേഷണം എത്തുകയും ഇതിൻ്റെ ഒരു ചുരുളഴിയുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുകയും ചെയ്തത്. അതിദാരുണമായ സംഭവം എന്നതിൽ ഒരു തർക്കവുമില്ല. പോക്സോ അതിജീവിതയാണ്. ഈ പെൺകുട്ടിയെ മറ്റ് 2 പേർ ചേർന്ന് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പീഡിപ്പിച്ചൊരു കേസുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആരംഭിക്കുകയാണ്. അതിനിടയിലാണ് ഈ അനൂപുമായൊരു റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നത്. ആ റിലേഷൻഷിപ്പ് പക്ഷേ അനൂപ് മിസ്യൂസ് ചെയ്യുകയും ഈ പെൺകുട്ടിയെ അനാവശ്യമായ ഒരു സംശയത്തിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കുകയും അതിൽ മനഞ്ഞത് കുട്ടി ആത്മഹത്യക്ക് ചെയ്തു. ഇപ്പോൾ മരിക്കുകയും ചെയ്യുകയാണ്. ഇനിയിപ്പോൾ എന്താണ് ബാക്കി നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരാനുള്ളത്? കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. കുട്ടിയുടെ മൃതദേഹം അടക്കം ഈ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുക. അവിടെ ആയിരിക്കും പൊതുദർശനം അടക്കം നടക്കുക. കുട്ടിയുടെ പിതാവ് 4 വർഷം മുമ്പ് മരിച്ചതാണ്. അമ്മ മാത്രമാണ് ഉള്ളത്. അമ്മ ഇയാളുടെ ബുദ്ധിമുട്ട്, ഇയാളുടെ നിരന്തരമായ വരവും ഭീഷണിപ്പെടുത്തലും കാരണം അമ്മക്ക് സ്വന്തം വീട്ടിൽ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് താമസിക്കേണ്ട ഗതികേട് പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ അനൂപ് ഒരു കൊടും ക്രിമിനൽ, അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരാളാണെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. അത് തന്നെയാണ് അയാളെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം പബ്ലിക് ന്യൂസൻസ് ആണ്, നാട്ടുകാരെ തന്നെ അയാളെ ട്രേസ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇനി ഇപ്പോൾ പെൺകുട്ടിയുടെ മൃതദേഹം എംബാം ചെയ്യുന്ന ബാക്കി നടപടികളൊക്കെ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. 5 ദിവസമാണ് ആശുപത്രിയിൽ കിടന്നത്. തിങ്കളാഴ്ചയോടുകൂടി എത്തിക്കുന്നു. വെള്ളിയാഴ്ച മരണം സ്ഥിരീകരിച്ചു. എത്തിച്ച ഘട്ടം മുതൽ തന്നെ ആശുപത്രിയിൽ നിന്നുള്ള വന്ന വിവരം കുട്ടിയുടെ ബ്രെയിൻ 50% ഇതിനോടകം തന്നെ പ്രവർത്തനം ഇല്ലാതായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് പൂർണ്ണമായി നിലച്ചിരിക്കുന്ന സാഹചര്യം. ഇനി ബാക്കി നടപടിക്രമങ്ങളൊക്കെ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ടുള്ളൊരു അന്വേഷണം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തും. പ്രത്യേകിച്ച് ഇയാൾ സ്ഥിരം NDPS കേസിലെ പ്രതിയാണ്. ഇയാൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പെൺകുട്ടിക്ക് ലഹരി നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഈ സംഭവം നടക്കുന്ന സമയത്ത് അനൂപ് ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് പോലീസ് കൃത്യമായി പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അങ്ങനെ ആ സമയത്ത് അയാൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല. ആ ലഹരി പോലും ഉപയോഗിക്കാതെ വളരെ പച്ചക്ക് നിൽക്കുന്ന ഘട്ടത്തിലാണ് ആ പെൺകുട്ടിയെ ചുറ്റിക അടക്കം ഉപയോഗിച്ച്, വടി ഉപയോഗിച്ച്, ബെൽറ്റ് ഉപയോഗിച്ചൊക്കെ അടിച്ച് പരിക്കേൽപ്പിക്കുന്നത്. ആ കുട്ടിയുടെ ഒരു വശം ഏറെക്കുറെ ചതഞ്ഞ അവസ്ഥയിലായിരുന്നു. തലയിലടക്കം മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു വശത്ത് ഈ പെടലിയോട് ചേർന്ന, കഴുത്തിനോട് ചേർന്ന ഒരു ഭാഗത്തൊക്കെ അതിഗുരുതരമായ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടിയത്. ഈ ക്രൈമിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടിയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആ ആക്രമണമാണ്. ഈ ആക്രമണത്തിൽ പിന്നാലെ തന്നെ ഈ പെൺകുട്ടി ഷോൾ ഉപയോഗിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ ഇയാൾ പാനിക്കായി പോയി. ഇയാൾ പെട്ടെന്ന് തന്നെ ആ ഷോള് കട്ട് ചെയ്ത് നിലത്തിട്ട് പിന്നീട് ഇയാൾ വായ പൊത്തിപ്പിടിച്ച് നീ ചത്തില്ലേ എന്ന് ചോദിച്ചാണ് വീണ്ടും മർദ്ദിക്കുന്നത്. അങ്ങനെ മർദ്ദിച്ചപ്പോൾ ബോധരഹിതയായി. അതിൽ പേടിച്ച് താൻ അവളെ കൊലപ്പെടുത്തി എന്നൊരു ധാരണയിലാണ് ഇയാൾ അവിടെ നിന്ന് പോയത്. പക്ഷേ ആ പെൺകുട്ടി അപ്പോൾ മരിച്ചിരുന്നില്ല. പിന്നീട് വീട്ടുകാരെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി തുടർ നടപടികളൊക്കെ പോലീസ് കൃത്യമായി സ്വീകരിക്കുകയും ചെയ്യും. സുഹൈൽ.